ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മെയിൻ ചാനലിനകത്ത് ഞാൻ എന്തൊരു സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്താലും അതിന് താഴെ വരുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമൻ്റാണ്, നിനക്കൊന്നും വേറെ പണിയില്ലടാ, എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ എന്ന്. ഞാൻ ഓർത്തു എൻ്റെ ചാനലിനകത്ത് മാത്രമേ ഈ ഒരു കമൻറ്റ് വരുന്നുള്ളൂ എന്ന്. ഞാൻ മറ്റ് പല വ്ളോഗേഴ്സിൻ്റെ ചാനൽ പരിശോധിച്ചപ്പോഴും അതിനകത്തും എല്ലാം ഈ ഒരു കമൻറ്റ് വരുന്നുണ്ട്. എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. എന്തായാലും അതിന് ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. നമ്മുടെ മറ്റേ ചാനലിനകത്ത് അത് ചെയ്യാണ്ട് എനിക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പുതിയ ചാനലിനകത്ത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ഇരുന്ന് ഈ ഒരു വീഡിയോ കാണുക. എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2025-ലാണ്. ആ ടൈം തൊട്ട് ഞാൻ കേരള വിഷൻ കേബിൾ ടി വി എന്ന് പറയുന്ന ഒരു ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള കേബിൾ ടി വി നെറ്റ്വർക്കിലെ ഒരു സ്റ്റാഫാണ്. ഇപ്പോൾ നിലവിൽ മെഡിക്കൽ ലീവിലാണ്. കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ഒരു 7-8 മാസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയി ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് കയറും. എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനല്ല, വെറും ഒരു പാഷൻ മാത്രമാണ്. എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തുടക്കകാലം തൊട്ടുള്ള എൻ്റെ വീഡിയോസ് എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡെയിലി 1-2 വീഡിയോ മാക്സിമം വന്നാൽ വന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഒരു വീഡിയോ വരുന്നത്. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് വീഡിയോസോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ജേണി ഓഫ് കോഴ്സ് സക്സസ് ആയി. ഏകദേശം 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. ഫസ്റ്റ് റവന്യൂ ഈ കഴിഞ്ഞ മാസം കിട്ടി, കഴിഞ്ഞതിന് മുമ്പത്തെ മാസം കിട്ടി 13,000 രൂപ. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിൽ എത്തിയിട്ട് 1 വർഷമായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൺഗ്രാജുലേഷൻ മെയിൽ വന്നത്. അതായത് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ എനിക്ക് ജോലിയുണ്ട്. നിലവിലും എനിക്ക് ജോലിയുണ്ട്. നിലവിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ജോലിയുണ്ട്. ആ ജോലിക്കിടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നതിന് നമുക്ക് ലൈസൻസ് ആവശ്യമില്ല. നമ്മുടെ സാറ്റലൈറ്റ് മീഡിയസ് തുടങ്ങണമെങ്കിൽ ലൈസൻസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അതേപോലെ തന്നെ അതിനകത്ത് നമുക്കൊരു കണ്ടൻറ്റ് അവതരിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂസ് ചാനലാണെങ്കിൽ അതിൻ്റെ ആങ്കറായിട്ട് ന്യൂസ് വായിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ലൈസൻസും KUWG പോലുള്ള അസോസിയേഷനുകൾ, അതായത് മാധ്യമപ്രവർത്തകരുടെ സംഘടനയുടെ ലൈസൻസും മറ്റു കാര്യങ്ങളെല്ലാം വേണം. ആ യൂണിയനിൽ മെമ്പർഷിപ്പും കാര്യങ്ങളെല്ലാം വേണം. യൂട്യൂബിൽ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. ഒരു ഇമെയിൽ ഐ ഡിയും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ആർക്കും ചാനൽ തുടങ്ങാം, കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിനോടാണ് താല്പര്യം. അതായത് ഞാൻ ഫിഷിങ് ചെയ്യാറുണ്ട്, അതുകണക്ക് തന്നെ ഗാർഡനിങ് ചെയ്യാറുണ്ട്. എൻ്റെ വർക്കിനെ കുറിച്ച് വേണമെങ്കിലും എനിക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന് ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഫിഷിങ്ങിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എനിക്ക് അവിടെ വെച്ച് ഇത് ഷൂട്ട് ചെയ്യാനും പിന്നെ വോയിസ് ഓവർ കൊടുക്കുക, അതെല്ലാം കൂടി ആയിട്ട് വരുമ്പോൾ എനിക്ക് സ്ട്രെസ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കണ്ടന്റിലേക്ക് പോകാറില്ല. പിന്നെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ എഴുതാറുണ്ടായിരുന്നു. ചില വിഷയങ്ങളൊക്കെ ഞാൻ വീഡിയോ വന്ന് പ്രതികരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിക്കൂടാ. അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ് ഈ വോക്ക് വിത്ത് വിഷ്ണു എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് ചാനൽ. ഇത് സെക്കൻഡ് ചാനൽ. അങ്ങനെ തുടങ്ങിയ ആ ചാനലിനകത്ത് എനിക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ടോപ്പിക് എടുത്ത് വെച്ച് സംസാരിക്കാറുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ പറയുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്തോട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആരാൻ്റെ ബാത്റൂമിൽ കൊണ്ട് ഒളിക്യാമറ വെച്ചിട്ട് അവിടെ നിന്നുള്ള വിഷ്വൽ ഷൂട്ട് ചെയ്തല്ല ഞാൻ എൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരെക്കുറിച്ച് വരുന്ന അലിഗേഷൻസ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ചർച്ചയായ ശേഷം മാത്രമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എടുത്ത് വെച്ച് ആ ടോപ്പിക് ആക്കാറുള്ളൂ. കാരണം സമകാലികമായിട്ട് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുക, അത് തന്നെയാണ് റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടും. അത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ്. അതായത് യൂട്യൂബിൽ ഒരു ചാനൽ മോണിറ്റൈസ് ആയി ആ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിക്കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു പരസ്യം കിട്ടും. ഒരു 10 മിനിറ്റിന് മുകളിലേക്ക് ഉള്ളതാണെങ്കിൽ അതിനകത്ത് യൂട്യൂബ് എവിടെയെല്ലാം പരസ്യം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്
അതിൽ നിന്ന് യൂട്യൂബിന് ഒരു 35% റവന്യൂ എടുത്ത ശേഷം യൂട്യൂബ് ബാക്കി 65% കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആളുകൾക്ക് നൽകും. അതിലൂടെ ഞങ്ങളൊരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗമാണ്. അതുകൂടാതെ ഞങ്ങൾക്ക് പലർക്കും പല സൈഡ് ബിസിനസ്സുകളുണ്ട്, അതുകൂടാതെ ജോലികളുണ്ട്. അതിൻ്റെ എല്ലാ ഇടപെടലുകളിലാണ് ഞങ്ങൾ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ കാര്യം തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. 2025 കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത ജേണിയിൽ ഈ 2026 ശേഷമാണ് എൻ്റെ ചാനലിനകത്ത് ലോങ് വീഡിയോസ് ഒക്കെ ഒരു ദിവസം തന്നെ 2-3 എണ്ണം വരുന്നതും ഷോർട്ട് വീഡിയോസ് ഒക്കെ 2 എണ്ണത്തിൽ കൂടുതലൊക്കെ വരുന്നതൊക്കെ ഈ 2026 ജനുവരിക്ക് ശേഷമാണ്. ആ 2026 ജനുവരി പകുതിയോടുകൂടിയാണ് എൻ്റെ നടുവിന് ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത്. അതിന് മുൻപേ എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ വലതുകാല് ഡിസ്ലൊക്കേറ്റ് ആയി പോവുക, നട്ടല് ഡിസ്ലൊക്കേറ്റ് ആയി പോവുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഞാൻ നിരവധി തവണ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നടുവും തന്നെ താഴെ വീണ് എനിക്ക് ഇഞ്ചുറി സംഭവിച്ചതാണ്. ആ ഒരു ഇഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള കുറേയധികം ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ വലിയ കാര്യമാക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2026 ജനുവരിയിൽ എൻ്റെ നടുവ് വെട്ടി. ആ നടുവ് വെട്ടി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വർക്കിന് പോകാൻ മേലാതെ. അങ്ങനെ MRI സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അല്പം ഗുരുതരമാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെ കോട്ടയം വയസ്കര ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഒരു 7-8 മാസം കഴിയാതെ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് അധിക സമയം ഇരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ നോക്കുന്നത്. പിന്നെ ചില വിഷയങ്ങൾ 6-7 മിനിറ്റ് കൊണ്ട് സംസാരിച്ചാൽ തീരില്ല എന്ന് തോന്നുന്നതാണ് ഞാൻ കടിച്ച് പിടിച്ചിരുന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് യൂട്യൂബാണ്. സോ ഞാൻ അതുകൊണ്ട് വീഡിയോ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ആ ഒരു വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും തന്നെ വന്ന് ഈ ഒരു കമൻറ്റ് ഇടാറില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ടോപ്പിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു കമൻറ്റ് എടുത്തുള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ചില ഐഡികൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ടോപ്പിക്ക് ചെയ്യുമ്പോൾ എന്നെ വന്ന് പ്രശംസിക്കും. അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ ടോപ്പിക്കിനെ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരെന്നോട് വന്ന് പറയുന്ന കമൻറ്റാണിത്. സോ അതുകൊണ്ട് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ നൽകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ് ചെയ്യുക. ശരിയാണോ?